ചുക്കും കുരുമുളകും എന്നൊക്കെ പറഞ്ഞ് ചുരം കയറി പോകുന്നതേ ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ചോ. സുൽത്താൻ ബത്തേരിയിലൊക്കെ നല്ല മൊഞ്ചത്തിമാരുണ്ട്. ഓ ഒന്ന് ഞാൻ കുറച്ചു നേരമായി വന്നിട്ട് അകത്ത് ഭയങ്കര ചൂടടാ. റുബീനോ ഇന്ന് വാപ്പാട സ്പെഷ്യൽ കാണും. ഓ ഞാൻ എവിടേക്ക് തിരക്കിടാ. നീ എവിടെ പോയി കിടക്കുക? നിങ്ങൾ വാ. ആ ഞാൻ കുളിച്ചിട്ട് വരാം. ടാ, നീ പറഞ്ഞാൽ എനിക്ക് ചെറിയ സംശയം കേട്ടാ. അമ്മ ഇതുവരെ കഴിഞ്ഞില്ലേ? ഇപ്പൊ കഴിയും. ബാണാസുരന്റെ ഒരു വരവുണ്ട്. ബാണാസുരം വന്നില്ലെങ്കിൽ നാളെ അണ്ണാച്ചി വരും കേട്ടോ. പലിശക്കെടുത്തൊരു പശുവിനെ വാങ്ങിച്ചിട്ട് പട്ടിണി കിട്ടു പോകുന്നില്ലേ ആ പൈസ വാങ്ങിക്കാൻ. നേരത്തെ ഞങ്ങൾ തമ്മിൽ ഒരേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തുണിക്കടയിലാണ് വർക്ക് ചെയ്തത്. അവിടെ നിന്നാണ് ഇഷ്ടത്തിൽ പോയത്. എവിടെയായിരുന്നു തുണിക്കട? അവിടെ തന്നെ കൊടുവായൂർ തന്നെ. കൊടുവായൂർ തന്നെയുള്ള തുണിക്കടയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യും. ഇതേതാണ് ഒരേ സമുദായം. കഥയല്ലിത് ജീവിതം. നല്ല രസമുള്ള പരിപാടിയാണ്. വേറെ വേറെ സമുദായം നല്ല രസമുണ്ടല്ലേ? ഒന്നു തന്നെയാണ്. നാട്ടുകാരുടെ ജീവിതം തൊലയാണ്. നീ പോടാ, തൊലയുന്നത് കാണാനൊന്നുമല്ല. ഓരോരോ ജീവിതങ്ങളൊന്നും പഠിക്കാനുണ്ട്. പഠിക്ക് ഇതുപോലെ വന്നിരിക്ക ടി വിയിൽ. അമ്മ ചോറെടുക്ക്. ഒരേ മതം തന്നെയാണ്. ഇത് സാമ്പാർ വേവൂർവാണല്ലോ. ഇത് ജയല്ലേ? അല്ലല്ല, നിഷ കുറ്റിപ്പുറത്തുള്ള. അല്ലടാ, സുരേഖ. അല്ലടി നിഷ. ഇതാ വന്ന് നോക്ക്. പിന്നെ താല്പര്യം പറഞ്ഞിട്ട് ഉമ്മച്ചേ വീട്ടിലെ ദോശ എടുത്തിട്ടാണ് ഓരോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ദോശ ഈ ഉഴുന്ന് കണ്ടുപിടിച്ചാൽ തല്ലിക്കുമല്ലോ. ഉഴുന്നിട്ടല്ലടാ, അരിദോശയാ. ആ അതുകൊണ്ടാണ് കഴിക്കാന്ന് വെച്ചത്. ഷാജാന അരിദോശ ഉണ്ടാ തിന്ന് ഒരെണ്ണെടുത്താട്ടോ. രാവിലെ 10 മണിക്കുണ്ടോ ഫൈനലാണ്. അവർക്ക് എന്തായാലും പുറത്തു പോകണം ഉറപ്പാ. സ്ഥിരം ഓട്ടണം, അല്ലെങ്കിൽ പോകണ്ടായിരുന്നു. ഞാനെല്ലാം ചവിട്ടിത്തള്ളി ഒരു 10 മണിക്ക് എത്താം. എങ്ങനെയല്ലേ പറഞ്ഞോട്ടോ. നിനക്കൊന്നും നാണമില്ലടാ, വയസ്സായി എന്നിട്ടും കളിച്ച് നടക്കുന്നു. എടാ വാവേ, ഷാജഹാന്റെ പ്രായത്തിലേ അവന്റെ വാപ്പയ്ക്ക് 8 മക്കളുണ്ടായിരുന്നു. 8 മക്കളാ? ആ, 2 മറ്റേ കുടിയില്ല. 2 കുടുംബത്തെ അങ്ങേര് നന്നായിട്ട് നോക്കി. നീയൊക്കെ ഇപ്പോഴും ഉമ്മമാരുണ്ടാക്കി തരുന്നതും കഴിച്ച് കുട്ടിയും കോലും കളിച്ച് നടക്കുന്നു. ഡാ, നിനക്ക് കല്യാണമൊന്നും വേണ്ടേ? അതിന് വേണ്ടിട്ടുണ്ടേ. ആ, അയ്യ, അവനെന്താ ഒരു കുറവ്? 8 മക്കളൊന്നും നടക്കൂലുമ്മ. പോടാ അവിടുന്ന്. ശ്രമിച്ചു നോക്കാം അല്ലേ? ഞാൻ അരമണിക്കൂറായി വന്നിട്ട്. കുഴപ്പമില്ല, ഇന്നലെ എന്നെ പറ്റിച്ചതല്ലേ. കുറച്ച് കിടക്കാം. കിടക്കോ? ശരിക്കും കുറെ നേരമായോ? ആ കുറച്ചു നേരമായി. ഒരപ്പാപ്പിന് ട്രിപ്പ് കൊടുത്തപ്പോൾ ഭയങ്കര ഷിവറിങ്. ഞാൻ അടുത്ത് തന്നെ വേണം. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതാ. പിന്നെ അങ്ങേര് ഇറങ്ങിയിട്ടാ ഞാനൊന്ന് ഇറങ്ങിയേ. അതപ്പാപ്പൻ്റെ കുറ്റമല്ല. എന്തോ അല്ല, ചിലരടുത്ത് നിന്നാലും ഷിവറാവും. ആ, ഇങ്ങനെയൊക്കെ പറയാനറിയോ? ഇന്നലെ എന്താ വരാണ്ടിരുന്നേ? ഉച്ച കഴിഞ്ഞ് വരാന്ന് പറഞ്ഞതല്ലേ. ഞാൻ എത്ര നേരം കാത്തിരുന്നു അറിയാമോ? അവസാനം ബാങ്കിലെത്തിയപ്പോൾ സമയം 3:30 കഴിഞ്ഞു. അതേ കളി കഴിഞ്ഞപ്പോൾ ലേറ്റായി. എന്നെ ആ പാർലറിന്റെ ഫ്രണ്ടിൽ ഇറക്കിയേട്ടോ. എന്നിട്ട് വാ പോയിക്കോ, വെയിറ്റ് ചെയ്യണ്ട. എല്ലാവരും പാർലറിന്റെ മുമ്പിൽ നിർത്തിയാൽ പിന്നെ വെയിറ്റിംഗ് ഒന്നുമില്ല. അവിടെ മുഖം മിനുക്കിയിട്ട് ഇറങ്ങി വരുമ്പോഴേ സമയം ഒരുപാടാവും. അടുത്ത മാസേ അങ്ങോട്ട് പോകേണ്ടതാ. മുഖത്തിന് കുറച്ച് ഭംഗിയൊന്നുമില്ലെങ്കിൽ അങ്ങേരെ എന്നെ കണ്ടിട്ട് വല്ല കാനഡയിലെ പെൺപിള്ളേരെ കൂടെ പോവും. ഓ, ഇപ്പൊ തന്നെ ആവശ്യത്തിന് കൂടുതൽ ഭംഗിയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എന്ത് ചെയ്യും? ആണുങ്ങൾക്ക് ഭംഗിയല്ല വേണ്ടേ, ചൊണയെ വേണ്ടേ. ചൊണ. ആ ആദ്യമൊക്കെ അങ്ങനെ പറയും. പിന്നെ ചൊണയല്ല ചൊളയാണ് വേണ്ടതെന്ന് പറയും. അപ്പൊ സിസ്റ്റർ അടുത്ത മാസം പോവും. അതൊക്കെ പോട്ടെ, ഇനി മേലെ സിസ്റ്റർ ഒന്ന് വിളിക്കരുത് കേട്ടോ. പിന്നെ നിനക്കിഷ്ടമുള്ളത് വിളിച്ചോ. എടാ നീ അതവിടെ വെച്ച് പോസ് നോക്ക്, ഇത് കഴിയുന്നുണ്ട്.
10 രൂപ. ഇതിപ്പോ 500-നകത്ത് 100 വയ്ക്കണോ 100-നകത്ത് 500 വയ്ക്കണോ എന്നൊരു സംശയം. അതെന്ത് നിങ്ങൾ അങ്ങനെ പറയണേ? സാമ്പാർ വേണോ? അകത്ത് വെച്ചാലും പുറത്ത് വെച്ചാലും സുലൈമാനെ കാര്യം നടന്നാ പോരെ. മുക്കുജ ഈ നോട്ട് നിരോധിച്ച സമയത്ത് സീരിയലും കൂടെ നിരോധിക്കായിരുന്നു. സുലൈമാനെ വേണ്ടാത്ത വർത്തമാനമൊന്നും പറയണ്ട കേട്ടാ. ഇവിടെ നോട്ട് നിരോധിച്ചുകൊണ്ട് നിനക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായാ? പിന്നെ ഈ പരിഷ്കാരങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പരിഷ്കാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വെല്ലം വെച്ച് കഴിച്ച ആളെ കൊല്ലലും നാട്ടിൽ നിന്ന് ഓടിക്കലൊക്കെ അല്ലേ പരിഷ്കാരം. അനാവശ്യം പറയല്ലേ മുക്രി. നിങ്ങളിപ്പം മൂക്ക് മുട്ട തിന്നത് ബീഫല്ലേ? ഇവിടെ ആരെങ്കിലും കൊല്ലാൻ വന്ന നിങ്ങൾ ആരെങ്കിലും നാട്ടിൽ നിന്ന് ഓടിച്ചാ? പറയുമ്പോൾ എല്ലാം പറയട്ടെ. അത് തന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും നടക്കണം പറഞ്ഞു ഇവിടെ കിടന്നുള്ള എന്തിനാ? ചന്ദ്ര നിർത്ത്. എവിടെ ഒന്നും അല്ലല്ലോ, ഇന്ത്യയിൽ തന്നെ അല്ലേ? അതെ, നിങ്ങളൊന്നും നിർത്തുവോ? ഞാനിതൊന്ന് കാണട്ടെ. ഒന്ന് പറഞ്ഞു തീരട്ടെ രാജേന്ദ്ര. നീയല്ലേ പറഞ്ഞ് ഇവിടെ ഒരു കുഴപ്പമില്ലാന്ന്. ഇപ്പൊ എന്തായി? ഇവിടെ ഒരു കുഴപ്പമില്ല മുക്രി. നിങ്ങളെ മഞ്ഞ കണ്ണുകൊണ്ട് കാണുന്നോണ്ടാ. അപ്പൊ നമുക്കൊക്കെ മഞ്ഞക്കണ്ണ്, നിങ്ങൾക്ക് മാത്രം വെള്ളക്കണ്ണ്. രാജേന്ദ്ര നിന്റെ പോക്ക് ഈടക്കായിട്ട് അത്ര ശരിയല്ലാട്ടാ. അതെ മുക്രി, 4 പൊറോട്ട ബീഫ് ഫ്രൈ, നീ 8 പൊറോട്ട 2 ബീഫ് ചായ. 2 പേരും പൈസ തന്നിട്ട് വേഗം സ്ഥലം വിട്ടേ. 8 പൊറോട്ട കഴിച്ചാ നീ? ഒടുക്കത്തെ തീറ്റാണോടാ നീ. പൈസ കയ്യിലുണ്ടോ? പറ്റില്ല എഴുതണം. ആ ബാർബർ ഷോപ്പിലേക്ക് പോകണ്ട, അവിടുത്തെ TV കാടാ. പറ്റില്ല എഴുതിക്കോ. നേരെ വീട്ടിൽ പോകാൻ നോക്ക്. ചന്ദ്ര എഴുതിക്കോ. 4 പൊറോട്ട 1 ബീഫ് 1 കട്ടൻ ചായ. അച്ഛനത് എന്തിന്റെ സുഖേടാ? ചോദിച്ചാലെല്ലാം പറഞ്ഞു. വേണ്ടാത്തടത്ത് ഒരു അഭിപ്രായം പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഞാനൊന്നും പറഞ്ഞില്ല. ആരോ നോട്ടെടുത്ത് എന്തോ തമാശ പറഞ്ഞപ്പോ സുലൈമാനും മുക്രിയും കൂടി അത് ഏറ്റുപിടിച്ചു. അപ്പോ ഞാനൊരു അഭിപ്രായം പറഞ്ഞു. നിങ്ങൾ എന്തിനാ പറയാൻ പോയത്? ഒന്നാമത് ആ മുക്രിക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതിന്റെ കൂടെ അച്ഛൻ്റെ ഈ പൊട്ട വർത്താനം. ഈ സീരിയലാണല്ലാതെ നാട്ടിൽ കിടക്കണ വല്ലതും അറിയണ്ടോ? അറിയാത്ത എന്തിനാ പറയാൻ പോണേ? അല്ലെങ്കിലും അച്ഛൻ ഈയിടെ സീരിയൽ കണ്ട് പറയുന്ന എല്ലാം വേണ്ടതിനോ. നീ മിണ്ടായിരി. നീ കൂടുതൽ പറയണ്ട. നളിനെ ഞാൻ കണ്ടിരുന്നു. ഇനി ആനന്ദ് വേണം. അങ്ങനെ ഞാനും കണ്ടിരുന്നു. നീ ഇന്നലെ ആ പള്ളിയുടെ മുന്നിൽ എന്തായിരുന്നു? കുറെ മാപ്പിള പിള്ളേരും കുട്ടി ചാട്ടവും ബഹളും, അതും ആ പള്ളിമുറ്റത്ത്. അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യന്മാർ തമ്മിൽ സഹകരിക്കാനാണോ കുറ്റം? അത് ഇക്കാലത്ത് ആരായാലും എന്താ സ്നേഹത്തിന് പോകാൻ സമ്മതിക്കരുത്. ഈ കവലയിലെ കടയിലിരുന്ന് തള്ളുന്ന പോലെ അല്ലത്. നീ ക്രിക്കറ്റും കളിച്ച് എന്നും ചീത്ത വിളിച്ച് നടന്നോ? ഇവൾക്കൊരു ആലോചന വന്നിരുന്നു, അറിഞ്ഞോ? നീ വലിയ കപിൽ ദേവാവാൻ നടക്കല്ലേ നീ? കപിൽ ദേവ? ആലോചന കാര്യം എന്നോട് അമ്മ പറഞ്ഞു. അതൊക്കെ നടന്നോളും. പെണ്ണിൻ്റെ ആങ്ങളെ ക്രിക്കറ്റ് കളിക്കാൻ പോയി എന്നും പറഞ്ഞു ഒരു കല്യാണവും മുടങ്ങിയിട്ടില്ല. അതിന് ഞാൻ തന്നെ ഓടണ്ടേ? அவ்வளோ நேரம் காத்திருக்க முடியாத. என்ன அண்ணனுக்கு வாங்கி கேப்பில்லையா? போதும் போதும் போதும். அண்ணா சொல்லு, பறக்க இவ்வளோ இருக்கு, க்ளீன் பண்ணட்டுமா? நீ தானே கிளீன்ற, க்ளீன் பண்ணியா? ஆமையா. என்ன குடுது வண்டி விடியா? കൊടി കീറി അത് നമ്മൾ അന്വേഷിക്കും. ആ പുത്തൻതോപ്പിൽ അവരുടെ കൊടി കയറിയപ്പോ എന്താ സംഭവിച്ചേ? അതുപോലെ ചെയ്യണം, മുഴുവനും കീറണം. സുലൈമാൻ പറഞ്ഞതിൽ കാര്യന്റെ ഉസ്താദ് സഹിച്ചു ക്ഷമിച്ചു നിന്നാലേ അവന്മാർ നമ്മുടെ തലയിക്കാരെന്ന് ഇറങ്ങും. നമുക്ക് ഓനോട് പിന്നെ വേറെ കളികളാണ് മുസ്ലിം. അത് തന്നെ മുജീബിക്ക വരട്ടെ. നോക്കട്ടെ.
എന്തായി മുജീബ് സംഭവം? പറയട്ടെ. അപ്പുറവും ഇപ്പുറമുള്ള ഒരു കൊടികളെയും തൊട്ടിട്ടില്ല. ഇതിന്നൊരു കാര്യം വ്യക്തമാണ്, ഇത് സാമൂഹ്യ വിരുദ്ധർ ചെയ്തതല്ല. ഇത് ബോധപൂർവ്വം നമ്മൾ അവഹേളിക്കാനുള്ള ശ്രമമാണ്, അല്ലെങ്കിൽ നമുക്കെതിരെയുള്ള ഒരു വെല്ലുവിളി. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യും. മുജീബ് പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇതിങ്ങനെ വിട്ടാ പറ്റൂല. ഇന്ന് കൊടി കയറി, നാളെ അത് മാറും. നമ്മുടെ ഒന്ന് കയറി കഴിഞ്ഞാൽ അവരെ ഒമ്പാണ് കയറണം. കീറുന്ന കാര്യം നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളെ നിക്കറി കീറുന്ന കാര്യം. ഉസ്താദൊന്നും മിണ്ടാണ്ടിരിക്കണ്ട. നിങ്ങൾക്കറിയില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്കെല്ലാം അറിയാം എന്ത് ചെയ്യണമെന്ന്. മിണ്ടാണ്ടിരുന്നോ മതി. നമ്മളിവിടെ കിടന്ന് തർക്കിക്കേണ്ട ഉസ്താദെ. കേവലം ഒരു കൊടി കീറിയതല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മുടെ ആശയങ്ങൾക്കും വിശ്വാസങ്ങൾക്കും നേരെയുള്ള കടന്നുകയറ്റമാണിത്. ഇന്ന് പ്രതികരിച്ചില്ലെങ്കിൽ നാളെ എന്താ സംഭവിക്കുകയെന്ന് പറയാൻ പറ്റില്ല. പള്ളി വേണ്ടെന്നും പറയുന്നത് കഴിക്കണമെന്ന് വെച്ചാൽ ഉടനെ കൊടി തിരിച്ചു കീറണമെന്നല്ല ഞാൻ പറയുന്നത്. മുജീബ് നിങ്ങൾ എന്തായി പറയുന്നത്? ഇത് ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട വിഷയമല്ല. ഈ മുക്കുറിച്ചൻ പറഞ്ഞ അപ്പുറത്താണ് ഈ കയറി ചിന്തിക്കുന്നത്. അല്ല, ഇത്രയും വികാരങ്ങളുടെ ആവശ്യം എന്താ? ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും ഉസ്താദെ. നീ അതേ പറയൂ, നീ അല്ലേ മറ്റന്മാരുടെ. അവൻ പറയട്ടെ ഷാജാനെ, നിർത്താൻ പറയാൻ നിനക്കെന്താ അവകാശം? മുക്കുറിച്ച ഇത്രയും എടുത്തിയാടി പ്രതികരിക്കേണ്ട ഒരു വിഷയമല്ല ഇത് ഉസ്താദെ. ഇതുവല്ല സാമൂഹ്യ വിരുദ്ധ ചെയ്താണെങ്കിലോ, നമ്മളെ തമ്മിൽ അടുപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ തോപ്പിച്ച ടൗണിലെ ക്രിക്കറ്റ് ടീം ചെയ്താണെങ്കിലോ, അല്ല ഏതെങ്കിലും ഞരമ്പ് രോഗി തോന്നിയായിക്കൂടെ? ഞരമ്പ് രോഗികൾ തന്നെ രോഗം നമ്മൾ മാറ്റും. നീനെ തൊട്ടുള്ള കളി വേണ്ടാന്ന് പറ ഷാജാനെ. ഞാൻ ആരോട് പറയാൻ? നിങ്ങൾ ആ നളിനേട്ടനെ കണ്ട് കാര്യം പറ മുസ്ലിയാരെ. അതെ, ഉസ്താദ് ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ഇത് വഷളാവുകയെ. തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം. മുക്രയും സുലൈമാനും കേൾക്കാനും കൂടിയായി പറയുന്നത്. പിള്ളേരൊന്നും തൽക്കാലം വേണ്ടാത്തതിനൊന്നും പോകണ്ട. മുജീബേ, നമുക്ക് കാര്യങ്ങൾ വഷളാക്കാൻ പാടില്ല. നാടിൻ്റെ കോലം മാറി വരുന്നുണ്ട്, ഇല്ലെന്നല്ല, അത് നമുക്കും അറിയാം. ഇപ്പൊ നമുക്ക് ആ നള്ളും മൂപ്പരെ കണ്ട് കാര്യം ബോധിപ്പിക്കും. ഓരോന്ന് പറയും നോക്കാം. ഈ പ്രശ്നം കിയാമെന്നുള്ളതിനും തീരൂല, അല്ലടാ സുലൈമാനെ? കഷ്ടം. നമുക്കൊന്ന് പോയി ചോദിച്ചാലോ? ഓന് വരണമെന്നുണ്ട്. ഇവിടെ കാര്യത്തിൽ തീരുമാനമാക്കാതെ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചിട്ടാണ്. അവളുടെ മൂത്തുപ്പാൻ വേണ്ടി ഒരു പയ്യൻ കോഴിക്കോട് വരണോ? വലിയ ഡിമാൻഡൊന്നും ഇല്ലെന്നാ പറയുന്നത്. നല്ല ചെക്കനാന്നാ പറഞ്ഞത്. നീ ആ സുബൈർ ചെക്കൻ്റെ പടം ഒന്ന് കാണിച്ചു കൊടുത്തേ. അതെത്ര കാണിക്കാനൊന്നുമില്ല, കുഞ്ഞുമോള് കണ്ടതാ. നീ ഇങ്ങോട്ട് കാണിക്കാൻ. ഒരു മിനിറ്റ്. ഇവിടെ കാര്യം ഏതാണ്ട് ഉറപ്പിച്ച മട്ട. എവിടെ നിന്നെടുത്ത് കൊടുക്കാൻ 50 പവനൊക്കെ? ആഹാ, ഇതാ ചെക്കൻ, കൊള്ളാലോ. സുബൈർ വിളിച്ചപ്പോ കാര്യം പറഞ്ഞായിരുന്നു. എന്താടാ ചിരിക്കണേ? ഒന്നുമില്ല. ഈ ബിരിയാണി ചട്ടവും ഇല്ലേ, അതിന് കൈയും കാലും വെച്ച പോലെ ഉണ്ട്. ഉമ്മ ഞാൻ പറഞ്ഞതല്ലേ, ഞാനത് ഡിലീറ്റ് ആക്കി കളയൂട്ടോ. നീ ഡിലീറ്റ് ആക്കിയിട്ട് കാര്യമില്ല. സുബൈർ ഇത് ഡിലീറ്റ് ആക്കൂല മോളെ. നിന്റെ കാര്യമില്ലേ, കട്ടപ്പോകയാണ്. ഉമ്മ എടാ, നിനക്ക് ഏതാണ്ട് കളിയൊക്കെ ഉള്ളല്ലേ? പിള്ളേരെ തൊളുത്ത് കയറാതെ പോയേ. ഉള്ള കാര്യം പറഞ്ഞാണ് എന്റെ റൂബി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്നെ അങ്ങോട്ട് കെട്ടിക്കോ. നാട്ടുകാരെ അല്ലി കൊല്ലും, അല്ലെങ്കിൽ ഞാൻ കെട്ടിയാനെ. കല്യാണത്തിന് വരെ എന്തായി? അവരൊന്ന് കണ്ടിട്ട് പോയി. ഇവരീ സുഖം ഇതുവരെ മാറിയില്ലേ? ഏത് കാര്യത്തിന് പോയാലും അതിനകത്തൊന്ന് കേറി ഇറങ്ങണം.